ഹിജാബ് ധരിക്കുന്ന മുഖമക്കനയിട്ട് ഹിജാബ് ധരിച്ച് ഇസ്ലാമിന്റെ അച്ചടക്കമുള്ള വസ്ത്രം ധരിച്ചൊരു കുട്ടിയെ, ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് അച്ചടക്കത്തിൽ വളർത്തണമെന്നുണ്ടോ? 7 വയസ്സ് മുതൽ അതിന് പ്രോത്സാഹനം കൊടുക്കണം. 14 വയസ്സിന്റെ ഉള്ളിൽ നിങ്ങൾ അവരെ കൊണ്ടത് ചെയ്യിപ്പിച്ചാൽ ഇൻഷാ അള്ളാഹ് ബാക്കിയുള്ള കാലം അവരത് ചെയ്യും. ചിലരെന്ത് പറയുന്നറിയോ? എന്റെ മോളെ അവൾക്ക് കൺവിൻസ്ഡ് ആവുമ്പോൾ അവളത് ചെയ്യും. ഒരു കുട്ടിക്ക് ബോധ്യമായിട്ട് ചെയ്യും എന്ന് പറയുന്നത് അത് എത്രത്തോളം യുക്തിഭദ്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന്റെ കൂടെ റോഡ് മുറിച്ചടക്കുക, ഈ പൊറ്റമ്മല റോഡ് മുറിച്ചടക്കുക, അവിടെ ഓട്ടോറിക്ഷ വരുന്നുണ്ട്, കാറുകൾ പോകുന്നുണ്ട്, നിങ്ങളുടെ കൂടെയുള്ള കുഞ്ഞ് റോഡ് മുറിച്ച് ഓടുകയാണ്, ഒരു കാറ് വരുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ഈ ഉമ്മ പറയാ, അവൻ ഓടുകയാണെങ്കിൽ ഓടിക്കോട്ടെ, ഓനായിട്ട് ബോധ്യപ്പെടുമ്പോ നിന്നോളും എന്ന് പറയാറുണ്ടോ നിങ്ങൾ? ആക്സിഡന്റ് ആവൂലേ? ഒരു കുഞ്ഞിനിത് ബോധ്യപ്പെടാൻ, അവൾക്ക് ഈ ഹിജാബ് ധരിക്കണമെന്നും ഇസ്ലാമിന്റെ വേഷമാണ് വേണ്ടതെന്നും നമ്മുടെ ശരീരം എങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ പാടില്ലെന്നും ഇതൊക്കെ അവൾക്ക് ബോധ്യപ്പെടാൻ ചിലപ്പോൾ കാലങ്ങൾ എടുത്തുനിന്ന് വരും, ചിലപ്പോൾ ബോധ്യപ്പെട്ടില്ല എന്ന് വരും. എന്ന് വിചാരിച്ച് അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ ഒരു നിയമം അവര് പാലിക്കരുത് എന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? നമ്മളൊക്കെ ചെറുപ്പത്തിൽ ബോധിച്ചിട്ടാണോ ഇങ്ങനെ പോരുന്നത്? ഗുളിക കുടിക്കും, കുട്ടി ഗുളിക കുടിക്കൂല, അത് കുടിക്കണ്ട, ഓന് ബോധമാകുമ്പോ ഓന് കുടിച്ചോളൂ, ഇങ്ങനെയാണോ പറയാ? ആ കുട്ടീന്റെ അസുഖം മാറുമോ? നമ്മൾ നിർബന്ധിച്ച് കുടിപ്പിക്കൂലേ? എന്തുകൊണ്ട്? ഇത് കുടിച്ചാൽ അവന്റെ അസുഖം മാറും നമുക്കറിയാം. എന്നതുപോലെ വേഷത്തിലും വിധാനത്തിലും ഹിജാബിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും ഉമ്മമാർ ആ ഒരു ഡയലോഗ് പറയരുത്. അത് ഒരു ലോജിക്കല്ല പറയുന്നത്. അവർക്ക് കൺവിൻസ്ഡ് ആയിട്ട് അവർ അതിലപ്പുറം പഠിച്ചോട്ടെ, അതിലപ്പുറം ചെയ്യാവുന്ന നന്മകൾ ചെയ്തോട്ടെ. പക്ഷെ മിനിമം റിക്വയർമെന്റുകൾ ദേ ഷുഡ് ഹാവ് മെറ്റ്. അത് ഈ സമയത്തിനുള്ളിൽ ചെയ്യേണ്ടതാണ്. അത് 14 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വയല് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല എന്നല്ല, വേണ്ട വിധം ഉപകാരപ്പെടൂല.